ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ മിറർ ഇക്വേഷൻ പഠിച്ചു. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനും പഠിച്ചു. ഇവ രണ്ടും യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പഠിച്ചു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മിറേഴ്സിന്റെ മാഗ്നിഫിക്കേഷനെ കുറിച്ചാ പഠിക്കാനുള്ളത്. എന്താ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാല്? ഒന്ന് പറഞ്ഞേ. 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഇമേജിന്റെ ഹൈറ്റ് HIയും ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HOയും തമ്മിലുള്ള റേഷ്യോനെയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? മാഗ്നിഫിക്കേഷനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടായിരുന്നു ഡിനോട്ട് ചെയ്യുന്നത്? ഓർമ്മ ഉണ്ട് ആർക്കെങ്കിലും? സ്മോൾ ലെറ്റർ M. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? M is equal to HI/H എന്ന് എഴുതിക്കൂടെ? അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ഇമേജിന്റെ ഹൈറ്റ് HIയും ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HOയും തമ്മിലുള്ള റേഷ്യോ ആണ്. മിറേഴ്സിന്റെ മാഗ്നിഫിക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അതിനു മുമ്പേ ഒരു ചോദ്യം. ഒരു ഇമേജിന്റെ പൊസിഷനും അതിന്റെ സൈസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? നമുക്കതൊന്ന് നോക്കിക്കളയാം. അതിനു വേണ്ടി നമുക്കൊരു എക്സ്പെരിമെന്റ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലെ മിറർ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളൊരു എക്സ്പെരിമെന്റ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ എക്സ്പെരിമെന്റ് എല്ലാരും ഓർക്കുന്നില്ലേ? ആ എക്സ്പെരിമെന്റില് നമ്മൾ എന്താ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്തത്? ബേണിംഗ് കാൻഡിൽ, അല്ലേ? ആ സെയിം എക്സ്പെരിമെന്റ് തന്നെ ഒബ്ജക്റ്റായി ബേണിംഗ് കാൻഡിലിന് പകരം സ്ലിറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ സെയിം എക്സ്പെരിമെന്റ് തന്നെയാണ് നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഒബ്ജക്റ്റായി യൂസ് ചെയ്യുന്നത് ബേണിംഗ് കാൻഡിൽ അല്ല, പകരം സ്ലിറ്റ് ആണ്. മാത്രല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എക്സ്പെരിമെന്റില് നമ്മൾ മിററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് യുവും മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വിയും മാത്രമാണ് മെഷർ ചെയ്തെടുത്തിരുന്നത്, അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റില് യുക്കും വിക്കും പുറമെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HOയും ഇമേജിന്റെ ഹൈറ്റ് HIയും കൂടി മെഷർ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് എന്താന്ന് നോക്കിക്കൂടെ? എക്സ്പെരിമെന്റില് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ ടേബിളിന്റെ മിഡില് ഹൊറിസോണ്ടലായി ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. എന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഒരെൻഡില് മിറർ സ്റ്റാൻഡില് ഇതുപോലൊരു കോൺകേവ് മിറർ വെക്കുക. ഇവിടെയും എക്സ്പെരിമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ തന്നെയാണ്. പിന്നെ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? മിററിന്റെ പോള് മാർക്ക് ചെയ്തിരുന്നു. പോളിൽ നിന്നും ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്തെടുത്ത് ഫോക്കസ് മാർക്ക് ചെയ്തിരുന്നു. പോളിൽ നിന്ന് ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിള് മെഷർ ചെയ്തെടുത്ത് സെന്റർ ഓഫ് കർവേച്ചറും മാർക്ക് ചെയ്തിരുന്നു. ഇനി എക്സ്പെരിമെന്റില് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് കോൺകേവ് മിററിൽ നിന്നും ഒരു ഡെഫിനിറ്റ് ഡിസ്റ്റൻസിൽ, അതായത് ഏതാണ്ട് 25 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു സ്ലിറ്റ് വെക്കാം. സ്ലിറ്റ് അല്ലേ നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? സ്ലിറ്റിനെ നമുക്ക് OB എന്ന് തന്നെ ഡിനോട്ട് ചെയ്യാം. ഇനി മിററിൽ നിന്നും ഒബ്ജക്റ്റായ സ്ലിറ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടായിരുന്നു ഡിനോട്ട് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ U കൊണ്ടല്ലേ? ഈ എക്സ്പെരിമെന്റില് U എത്രയായിട്ടാ നമ്മൾ എടുക്കേണ്ടത്? U എഴുതുമ്പോൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം തന്നെ എഴുതണേ. അപ്പൊ ഒന്ന് പറഞ്ഞോ, ഈ എക്സ്പെരിമെന്റിൽ U എത്രയായിട്ടാ എടുക്കേണ്ടത്? ഇവിടെ സ്ലിറ്റ് വെച്ചിട്ടുള്ളത് കോൺകേവ് മിററിന്റെ ഫ്രണ്ടിലായിട്ടല്ലേ? ഇപ്പൊ കോൺകേവ് മിററിന്റെ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കല്ലേ
യു മെഷർ ചെയ്യേണ്ടത്? അങ്ങനെ കോൺകേവ് മിററിന്റെ പോളിൽ നിന്നും ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്യുന്ന മെഷർമെന്റ്സ് എല്ലാം എങ്ങനെ എടുക്കണം എന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത്? നെഗറ്റീവായിട്ട്. അപ്പൊ യു എത്രയായിട്ടാ നമ്മൾ എടുക്കേണ്ടത്? യു ഇസ് ഇക്വൽ ടു -25 സെന്റിമീറ്റർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ ക്ലാസ്സിലെ എക്സ്പെരിമെന്റിൽ ചെയ്തതുപോലെ തന്നെ കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസിലൂടെ ഒരു സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് സ്ലിറ്റിന്റെ ക്ലിയർ ഇമേജ് സ്ക്രീനിൽ കിട്ടുന്ന പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കോൺകേവ് മിററിൽ നിന്നും ഏതാണ്ട് 60 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് സ്ലിറ്റിന്റെ ക്ലിയർ ഇമേജ് സ്ക്രീനിൽ കിട്ടുന്നത് എന്ന് കരുതാം. ഏതാണ്ട് ഇവിടെയായിട്ടാണ് സ്ലിറ്റിന്റെ ക്ലിയർ ഇമേജ് സ്ക്രീനിൽ കിട്ടുന്നത്. അപ്പം കോൺകേവ് മിററിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാന്ന് പറയാം? മിററിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാ ഡിനോട്ട് ചെയ്യുന്നത്? വി. ഒന്ന് പറഞ്ഞോ, ഈ എക്സ്പെരിമെന്റിൽ നമുക്ക് വി എത്രയാ കിട്ടിയിട്ടുള്ളത്? വി എഴുതുമ്പോഴും ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം തന്നെ എഴുതണേ. ഇവിടെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വിയും കോൺകേവ് മിററിന്റെ പോളിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്ക് എന്നല്ലേ മെഷർ ചെയ്യുന്നത്. അപ്പം വി എത്രയായിട്ടാ നമ്മൾ എടുക്കേണ്ടത്? -60 സെന്റിമീറ്റർ. ഇനി എക്സ്പെരിമെന്റിൽ നമ്മൾ യുവും വിയും മാത്രം മെഷർ ചെയ്താൽ പോരല്ലോ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HOയും ഇമേജിന്റെ ഹൈറ്റ് HIയും കൂടി മെഷർ ചെയ്യണ്ടേ? ഇവിടെ ഒബ്ജക്റ്റ് ആയി എടുക്കുന്ന സ്ലിറ്റിന്റെ ഹൈറ്റ് 10 സെന്റിമീറ്റർ ആണെന്ന് കരുതാം. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും മുകളിലോട്ടേക്കല്ലേ മെഷർ ചെയ്യുന്നത്. അങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും മുകളിലോട്ട് മെഷർ ചെയ്യുന്ന മെഷർമെന്റ്സ് എങ്ങനെ എടുക്കണം എന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത്? പോസിറ്റീവായിട്ട്. ഇവിടെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HO എത്രയാന്ന് നമുക്ക് എഴുതാം? +10 സെന്റിമീറ്റർ എന്ന് എഴുതിക്കൂടെ? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, കാരണം ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എപ്പോഴും നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് മുകളിലോട്ടേക്കാണ് മെഷർ ചെയ്യാൻ. ഇനി നമ്മൾ ഇവിടെ ഇമേജിന്റെ ഹൈറ്റ് HIയും കൂടി മെഷർ ചെയ്യണ്ടേ? എങ്ങനെയുള്ള ഇമേജാ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്? ഇറക്റ്റ് ഇമേജ് ആണോ ഇൻവേർട്ടഡ് ഇമേജ് ആണോ? ഇൻവേർട്ടഡ് ഇമേജ് അല്ലേ? ഇൻവേർട്ടഡ് ഇമേജ് ആകുമ്പോൾ ഇമേജിന്റെ ഹൈറ്റ് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും താഴോട്ടേക്കല്ലേ മെഷർ ചെയ്യേണ്ടത്. അങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും താഴോട്ടേക്ക് മെഷർ ചെയ്യുന്ന മെഷർമെന്റ്സ് എങ്ങനെ എടുക്കണം എന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത്? നെഗറ്റീവായിട്ട്. ഇവിടെ നമുക്ക് ഇമേജിന്റെ ഹൈറ്റ് HI കിട്ടുന്നത് -22 സെന്റിമീറ്റർ ആണെന്ന് കരുതാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ 4 മെഷർമെന്റ്സും ടേബിൾ 4.6 എഴുതി വെക്കണേ. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാല് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ യുവും വിയും യൂസ് ചെയ്തിട്ട് V/U ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം വേഗം ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തോ V/U എത്രയാ കിട്ടുന്നേന്ന്. വി എത്രയാ കിട്ടിയിട്ടുള്ളത്? -60. യു എത്രയാ കിട്ടിയിട്ടുള്ളത്? -25. ഒന്ന് പറഞ്ഞേ V/U എത്രയാ കിട്ടുന്നത് എന്ന്. 2.4 അല്ലേ കിട്ടുന്നത് അല്ലെ? +2.4 ആണ് കിട്ടാന്. മൈനസും മൈനസും പോസിറ്റീവ് ആവൂലേ? ഇനി ഇതുപോലെ തന്നെ HI/HOയും കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യണം. HI എത്രയാ കിട്ടുന്നത്? -22. HO എത്രയായിരുന്നു? +10. ഒന്ന് പറഞ്ഞ HI/HO എത്രയായിരിക്കും? -2.2. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ V/Uന്റെ വാല്യൂ HI/HOന്റെ വാല്യൂവും കൂടി ടേബിൾ 4.6 എഴുതി വെക്കണേ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് ഈ സെയിം എക്സ്പെരിമെന്റ് തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇനി നമ്മൾ സ്ലിറ്റ് വെക്കുന്നത് കോൺകേവ് മിററിൽ നിന്നും ഏതാണ്ട് 30 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ്.
അപ്പൊ ഒന്ന് പറഞ്ഞേ, മിററിൽ നിന്നും ഒബ്ജക്റ്റായ സ്ലിറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് യു, എത്രയായിട്ടാ നമ്മൾ ഇവിടെ എടുക്കേണ്ടത്? -30 സെന്റിമീറ്റർ ആയിട്ടല്ലേ? അതെന്തുകൊണ്ടാ മൈനസ് വന്നത് എന്നറിയാലോ? യു നമ്മൾ മെഷർ ചെയ്യുന്നത് കോൺകേവ് മിററിന്റെ പോളിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്കാണ്. അങ്ങനെ പോളിൽ നിന്നും ലെഫ്റ്റിലോട്ടേക്ക് മെഷർ ചെയ്യുന്ന മെഷർമെന്റ്സ് നെഗറ്റീവ് ആയിട്ടല്ലേ എടുക്കാറുള്ളത്? ഇനി നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ ചെയ്തതുപോലെ തന്നെ കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസിലൂടെ ഒരു സ്ക്രീൻ അറേഞ്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് സ്ലിറ്റിന്റെ ക്ലിയർ ഇമേജ് സ്ക്രീനിൽ കിട്ടുന്ന പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അന്നേരം കോൺകേവ് മിററിൽ നിന്ന് ഏതാണ്ട് 50 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് സ്ലിറ്റിന്റെ ക്ലിയർ ഇമേജ് സ്ക്രീനിൽ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റാൻ. ഏതാണ്ട് ഇവിടെയായിട്ടാണ് സ്ലിറ്റിന്റെ ക്ലിയർ ഇമേജ് സ്ക്രീനിൽ കിട്ടാൻ. അപ്പൊ മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വി നമുക്ക് ഈ എക്സ്പെരിമെന്റിൽ എത്രയാ കിട്ടിയിട്ടുള്ളത്? -50 സെന്റിമീറ്റർ അല്ലേ? നമുക്ക് എന്ത് എഴുതാം? വി സിക്കൽ ടു -50 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇനി നമ്മൾ എന്താ മെഷർ ചെയ്യേണ്ടത്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HO. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HO +10 സെന്റിമീറ്റർ തന്നെയാ നമുക്ക് കിട്ടാന്. കാരണം ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ സെയിം സ്ലിറ്റ് തന്നെയല്ലേ സെക്കൻഡ് എക്സ്പെരിമെന്റിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് മാറുമോ? ഇല്ലല്ലോ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HO +10 സെന്റിമീറ്റർ തന്നെയാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിവിടെ ഇമേജിന്റെ ഹൈറ്റ് HIയും മെഷർ ചെയ്യേണ്ടേ. ഇവിടെയും നമുക്ക് ഇൻവേർട്ടഡ് ഇമേജ് തന്നെയാണ് കിട്ടുന്നത് അല്ലേ? ഇൻവേർട്ടഡ് ഇമേജ് ആകുമ്പോൾ ഇമേജിന്റെ ഹൈറ്റ് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും താഴോട്ടേക്കല്ലേ മെഷർ ചെയ്യേണ്ടത്? പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും താഴോട്ടേക്ക് മെഷർ ചെയ്യുന്ന മെഷർമെന്റ്സ് എങ്ങനെയായിട്ട് എടുക്കണം എന്നാ നമ്മൾ നേരത്തെ പറഞ്ഞത്? നെഗറ്റീവ് ആയിട്ട്. ഇവിടെ ഇമേജിന്റെ ഹൈറ്റ് HI നമുക്ക് കിട്ടുന്നത് -18 സെന്റിമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ മെഷർമെന്റ്സ് ടേബിൾ 4.6 എഴുതി വെക്കണേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ ചെയ്തതുപോലെ തന്നെ V/U ഫൈൻഡ് ഔട്ട് ചെയ്യണം. V എത്രയാ കിട്ടിയിട്ടുള്ളത്? -50. U എത്രയായിരുന്നു? -30. ഒന്ന് പറഞ്ഞേ, V/U എത്രയാ കിട്ടാന്? +1.6x അല്ലേ കിട്ടാന്. ഇനി HI/HO കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യണ്ടേ? HI എത്രയായിരുന്നു കിട്ടിയിരുന്നത്? -18. HO എത്രയാ? +10. ഒന്ന് പറഞ്ഞേ, HI/HO എത്രയാ കിട്ടാന്? -1.8. ഈ സെക്കൻഡ് എക്സ്പെരിമെന്റിലും കിട്ടിയിട്ടുള്ള V/Uന്റെ വാല്യൂ HI/HOന്റെ വാല്യൂ ടേബിൾ 4.6 എഴുതി വെക്കണേ. ഇനി നമുക്ക് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറ്റിയിട്ട് ഈ സെയിം എക്സ്പെരിമെന്റ് തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇനി കോൺകേവ് മിററിൽ നിന്നും 40 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ സ്ലിറ്റ് വെക്കുന്നത്. 40 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ എന്ന് പറയുമ്പോൾ കോൺകേവ് മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറിലാണ് സ്ലിറ്റ് വെക്കുന്നത്. അപ്പൊ വേഗം പറഞ്ഞോ, മിററിൽ നിന്ന് ഒബ്ജക്റ്റ് ആയ സ്ലിറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് U എത്രയാ? -40 സെന്റിമീറ്റർ അല്ലേ? ഇനി ഇമേജ് എവിടെയാ കിട്ടുന്നത് എന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്നാലും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസിലൂടെ സ്ക്രീൻ അറേഞ്ച് ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഒബ്ജക്റ്റിന്റെ ക്ലിയർ ഇമേജ് സ്ക്രീനിൽ കിട്ടാന് കോൺകേവ് മിററിൽ നിന്നും 40 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെയല്ലേ? അതായത് മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെയാണ് സ്ലിറ്റിന്റെ ക്ലിയർ ഇമേജ് സ്ക്രീനിൽ കിട്ടാൻ.
അപ്പൊ മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വി എത്രയാന്ന് പറയാം? -40 സെന്റിമീറ്റർ. ഇനി ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HO +10 സെന്റിമീറ്റർ തന്നെയാണ്. കാരണം ഫസ്റ്റ് എക്സ്പെരിമെന്റിലും സെക്കൻഡ് എക്സ്പെരിമെന്റിലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സെയിം സ്ലിറ്റ് തന്നെയാണ് തേർഡ് എക്സ്പെരിമെന്റിലും യൂസ് ചെയ്യുന്നത്. അല്ലെ? സ്ലിറ്റ് നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ലല്ലോ. സ്ലിറ്റിന്റെ ഹൈറ്റ് സെയിം ആയിരിക്കൂലേ? ഇനി നമുക്കിവിടെ ഇമേജിന്റെ ഹൈറ്റ് HIയും കൂടി മെഷർ ചെയ്യണ്ടേ? ഇവിടെയും നമുക്ക് ഇൻവേർട്ടഡ് ഇമേജ് തന്നെയല്ലേ കിട്ടുന്നത്? ഇൻവേർട്ടഡ് ഇമേജ് ആകുമ്പോൾ ഇമേജിന്റെ ഹൈറ്റ് HI പോസിറ്റീവ് ആയിട്ടാണോ എടുക്കേണ്ടത്, നെഗറ്റീവ് ആയിട്ടാണോ എടുക്കേണ്ടത്? നെഗറ്റീവ് ആയിട്ടല്ലേ? ഇമേജിന്റെ ഹൈറ്റ് HI നമുക്കിവിടെ കിട്ടുന്നത് -10 സെന്റിമീറ്റർ തന്നെയായിരിക്കും. കാരണം കോൺകേവ് മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഒബ്ജക്റ്റിന്റെ സെയിം സൈസുള്ള ഇമേജ് തന്നെയല്ലേ കിട്ടാന്? ഇപ്പൊ കിട്ടിയിട്ടുള്ള മെഷർമെന്റ്സ് എല്ലാം എല്ലാരും ടേബിൾ 4.6 എഴുതി വെക്കുന്നുണ്ടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ 2 എക്സ്പെരിമെന്റിലും ചെയ്തതുപോലെ തന്നെ V/U ഫൈൻഡ് ഔട്ട് ചെയ്യാം. V എത്രയാ? -40. യുവോ -40. ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. V/U എത്രയാന്ന് വേഗം തന്നെ പറയാലോ. V/U എത്രയാ കിട്ടാന്? +1. അതേപോലെ തന്നെ HI/HO ഫൈൻഡ് ഔട്ട് ചെയ്തോ. HI എത്രയാ? -10. HO എത്രയാ? +10. അപ്പൊ HI/HO എത്രയാന്ന് പറയാം? -1. ഇപ്പൊ തേർഡ് എക്സ്പെരിമെന്റിലും കിട്ടിയിട്ടുള്ള V/Uന്റെയും HI/HOന്റെയും വാല്യൂസ് ടേബിൾ 4.6 എഴുതി വെക്കണേ. ഇപ്പൊ നമ്മൾ ഇവിടെ 3 പ്രാവശ്യം എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ V/Uന്റെ 3 വാല്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. V/Uന്റെ മാത്രമല്ല HI/HOന്റെ 3 വാല്യൂസും കിട്ടിയിട്ടില്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ 3 V/U വാല്യൂസിന്റെയും ആവറേജ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ 3 HI/HO വാല്യൂസിന്റെയും ആവറേജ് കണ്ടുപിടിച്ചോ. എന്നിട്ടൊന്ന് പറഞ്ഞേ, V/U വാല്യൂസിന്റെ ആവറേജ് എത്രയാ കിട്ടിയിട്ടുള്ളത് എന്ന്? V/U വാല്യൂസിന്റെ ആവറേജ് 1.68 കിട്ടുന്നുണ്ടോ? 1.68 എന്നുള്ളത് നമുക്ക് 1.7 ആയിട്ട് എടുത്തൂടെ? അല്ലെ? 1.68ന് 1.7 ആയിട്ട് എടുക്കാം. ഇനി HI/HO വാല്യൂസിന്റെ ആവറേജ് എത്രയാ കിട്ടുന്നതെന്നൊന്ന് പറഞ്ഞേ. -1.66 കിട്ടുന്നുണ്ടോ? -1.66 എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് -1.7 ആയിട്ട് എടുത്തൂടെ? ഇനി ഒന്ന് നോക്കിയേ, ഇവിടെ V/U വാല്യൂസിന്റെ ആവറേജും HI/HO വാല്യൂസിന്റെ ആവറേജും എങ്ങനെയാ കിട്ടിയിട്ടുള്ളത് എന്ന്? രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിട്ടല്ലേ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള ഈ HI/HO എന്താണാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്? HI/HO എന്ന് പറയുന്നത് ഇമേജിന്റെ ഹൈറ്റും ഒബ്ജക്റ്റിന്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ. അതെന്താണാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്? മാഗ്നിഫിക്കേഷൻ. HI/HO എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ ആണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാഗ്നിഫിക്കേഷൻ എമ്മും V/Uവും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് എന്നല്ലേ. ആ റിലേഷൻ എന്താന്ന് നമുക്ക് നോക്കിക്കൂടെ? നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫിഗറിലേക്കൊന്ന് നോക്കിയേ. കോൺകേവ് മിററിന്റെ ഫ്രണ്ടിലായി ബിയോണ്ട് സിയിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുമ്പോഴുള്ള ഇമേജ് ഫോർമേഷൻ ആണ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഫിഗറില് OBP എന്ന ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ ഫിഗറില് IMP എന്നൊരു ട്രയാങ്കിളും കൂടിയുണ്ട് അല്ലെ.
രണ്ട് ട്രയാങ്കിളും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും പെക്യുലാരിറ്റി എന്താ? ട്രയാങ്കിള് OBPയും ട്രയാങ്കിള് IMPയും എങ്ങനെയുള്ള ട്രയാങ്കിൾസ് ആണ് നമുക്ക് പറയാം? സിമിലർ ട്രയാങ്കിൾസ് അല്ലേ? സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്തായിരുന്നു? സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ അവയുടെ കറസ്പോണ്ടിങ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ മാത്സിൽ പഠിക്കുന്നില്ലേ? അപ്പൊ നമുക്കിവിടെ എങ്ങനെ എഴുതാം? IM by OB is equal to IP by OP. ഇങ്ങനെ എഴുതിക്കൂടെ? കാരണം സിമിലർ ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ഇനി ഈ ഫിഗറില് IM എന്ന് പറയുന്നത് എന്താ നോക്കിയേ? IM എന്ന് പറയുന്നത് ഇമേജിന്റെ ഹൈറ്റ് അല്ലേ, അതായത് HI അല്ലെ? ഈ ഫിഗറിൽ IM എന്ന് പറയുന്നത് HI ആണ്. അതുപോലെ തന്നെ OBയും IPയും OPL എന്താ നോക്കിയിട്ടൊന്ന് വേഗം പറഞ്ഞാന്നേ. OB എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് അല്ലേ, അതായത് HO. OB എന്ന് പറയുന്നത് HO. IP എന്ന് പറയുന്നതോ മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാ ഡിനോട്ട് ചെയ്യുന്നത്? V. IP എന്ന് പറയുന്നത് V ആണ്. OP എന്ന് പറയുന്നത് എന്താ? മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് U. OP U ആണ്. ഇനി നമ്മൾ ഇവിടെ താഴെ എഴുതിയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം മേലെയുള്ള ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് IMന് പകരം നമുക്ക് എന്ത് എഴുതാം? HI എന്ന് എഴുതിക്കൂടെ? IM എന്ന് പറയുന്നത് HI ആണ്, നമ്മൾ താഴെ എഴുതിയിട്ടില്ലേ? IMന് പകരം HI എന്ന് എഴുതി. OBക്ക് പകരം എന്ത് എഴുതാം? HO എന്ന് എഴുതാം. OB എന്ന് പറയുന്നത് HO ആണ് അല്ലെ? IPക്ക് പകരം എന്ത് എഴുതാം? V. OP എന്ന് പറയുന്നത് എന്താ? U. അപ്പൊ നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? HI by HO is equal to V by U. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള ഈ ഇക്വേഷനെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരമുള്ള സൈൻ ചേർത്തിട്ട് നമുക്കൊന്ന് മാറ്റി എഴുതാം. HI നെഗറ്റീവ് ആയിട്ടാണോ പോസിറ്റീവ് ആയിട്ടാണോ എടുക്കേണ്ടത്? ഫിഗർ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഇൻവേർട്ടഡ് ഇമേജ് അല്ലേ കിട്ടിയിട്ടുള്ളത്? HI എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കുമല്ലോ. HI നെഗറ്റീവ് ആണ്. HO പിന്നെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി V നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ഫിഗർ നോക്കിയിട്ടൊന്ന് പറ. മിററിന്റെ പോളിൽ നിന്നും ലെഫ്റ്റിലേക്കല്ലേ V നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം V എങ്ങനെയാ എടുക്കേണ്ടത്? നെഗറ്റീവ്. യുവും നെഗറ്റീവ് തന്നെയല്ലേ? ഇവിടെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? -HI by HO. കാരണം ഇവിടെ HI നെഗറ്റീവ് ആണ്, HO പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവും പോസിറ്റീവും കൂടിയിട്ട് നെഗറ്റീവ് ആവും. ഇനി ഇവിടെ രണ്ട് നെഗറ്റീവ് അല്ലേ ഉള്ളത്? ബിയും നെഗറ്റീവ് ആണ്, യുവും നെഗറ്റീവ് ആണ്. രണ്ട് നെഗറ്റീവും കൂടി പോസിറ്റീവ് ആവല്ലേ ചെയ്യാന് അല്ലെ? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് അല്ലേ കിട്ടാന്? പോസിറ്റീവ് ആയതുകൊണ്ട് പിന്നെ സൈൻ ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാ കിട്ടിയിട്ടുള്ളത്? -HI by HO is equal to V by U. അപ്പൊ ഇവിടെ നമ്മൾ സൈൻ ഇടാത്തത് എന്തുകൊണ്ടാന്ന് മനസ്സിലായല്ലോ? നമുക്ക് വിയും യുവും നെഗറ്റീവാ കിട്ടിയിട്ടുള്ളത്. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും അല്ലെ? ഈ രണ്ട് നെഗറ്റീവുകൾ കൂടി ചേർന്ന് പോസിറ്റീവ് ആയി മാറും. പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ സൈൻ ഇടാണ്ടിരുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? HI by HO is equal to -V by U എന്ന് എഴുതിക്കൂടെ?
HI/HO എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്? HI/HO എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ അല്ലേ? മാഗ്നിഫിക്കേഷനെ നമ്മൾ M എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് എന്ത് എഴുതാം? M is equal to -V/U. ഇപ്പൊ നമ്മളിപ്പം ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് M is equal to -V/U. ഇപ്പൊ മിറർ ഇക്വേഷനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മളിപ്പം ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത്. മിററിന്റെ മാഗ്നിഫിക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. മിററിന്റെ മാഗ്നിഫിക്കേഷൻ M is equal to -V/U. മിററിന്റെ മാഗ്നിഫിക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് മാഗ്നിഫിക്കേഷൻ M is equal to -V/U. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും എക്സാമിന് പ്രോബ്ലംസ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ?